പാലക്കാട് അട്ടപ്പാടിയിൽ തണ്ടപ്പേർ ലഭിക്കാത്തതിൽ കർഷകൻ ജീവനൊടുക്കിയ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ഉണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ 24നോട്. ജില്ലാ കലക്ടറുടെ പ്രാഥമികമായ റിപ്പോർട്ട് അപൂർണമാണെന്നും വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഉദ്യോഗസ്ഥ വീഴ്ച കണ്ടെത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ജില്ലാ കളക്ടറുടെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടിൽ വിവരങ്ങൾ പൂർണ്ണമല്ല. കുറച്ചുകൂടി വിശദമായിട്ടുള്ള റിപ്പോർട്ട് ജില്ലയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ തന്നെ ഏതെങ്കിലും ഡെപ്യൂട്ടി കളക്ടറെ അയച്ചോ കളക്ടർ നോക്കിയോ തയ്യാറാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയാൽ ആവശ്യമെങ്കിൽ ഉന്നതതലത്തിലുള്ള അന്വേഷണം നടത്തും. ഉദ്യോഗസ്ഥ വീഴ്ച ഉറപ്പായിട്ടും പരിശോധിക്കും. പല കാര്യങ്ങളിലും അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴുള്ള ഉദ്യോഗസ്ഥന്മാരല്ല, നേരത്തെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ആ കാര്യത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ KSR അനുസരിച്ച് റിട്ടയർ ചെയ്താലും ആവശ്യമായ നടപടികൾ എടുക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. അന്വേഷണം നടത്തി അങ്ങനെ ആരെങ്കിലും കുറ്റക്കാരുണ്ടെങ്കിൽ ഒരാളെയും വെറുതെ വിടില്ല. കൃഷ്ണസ്വാമിയുടെ മരണത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. വന്നിട്ട് പറഞ്ഞു വില്ലേജ് ഓഫീസിൽ പോയി 5-5:30 വരെ ഇരുന്നിട്ട് അപ്പോൾ ഇതിൽ എഴുതി തന്നിരിക്കുന്ന ഇതാണ്. നിലവിൽ TP പിടിക്കാനായി അപേക്ഷിക്കുന്ന പ്രകാരം ആവശ്യമായ സ്ഥലമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് സ്ഥലമില്ലെങ്കിൽ നമ്മൾ അടുത്ത ആളുടെ സ്ഥലത്ത് നമ്മുടെ സ്ഥലം മറ്റുള്ളവരുടെ പേരിൽ ഇവർ വില്ലേജ് ഓഫീസിൽ തെറ്റല്ലേ, താഴെ 2 സെൻറ്റ് സ്ഥലമല്ലേ നമ്മൾ അവർക്ക് വഴിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കിഴിച്ചിട്ട് ബാക്കി നമ്മുടെ പേരിലാക്കണം. നമ്മൾ എത്ര വർഷം നമ്മൾ ടാക്സ് അടച്ചില്ലെങ്കിലും അത്ര വർഷത്തെ ടാക്സ് അടയ്ക്കാൻ നമ്മൾ തയ്യാറാണ്. ഒരു പാവപ്പെട്ട കൃഷിക്കാരനൊക്കെ ഇങ്ങനെയൊക്കെ വരണോ? ഇതൊക്കെ വരുത്തിയതാരാണ്? നിങ്ങളുടെ വില്ലേജ് ഓഫീസ് നിങ്ങളൊക്കെ അല്ലേ? ഒരു സ്റ്റെപ്പ് എടുക്കാത്തത് കൊണ്ടല്ലേ ഇത്രയും വരുന്നത്. ഇവിടെ ഏത് കൃഷിക്കാരൻ പോയാലും നമ്മുടെ മാത്രമല്ല, എൻ്റെ സ്ഥിതി ഇനി ആർക്കും വരാൻ പാടില്ല. തണ്ടപ്പേർ ലഭിക്കാത്തതിൽ മനം നൊന്ത് കർഷകൻ ജീവനൊടുക്കിയ സംഭവത്തിൽ അട്ടപ്പാടിയിൽ BJP കോൺഗ്രസ് പ്രതിഷേധം തുടരുകയാണ്. ഐഷത്തുൽ ഷംന പാലക്കാട് നിന്നുണ്ട് വിവരങ്ങളുമായി. ഷംന, ഈ മരണത്തിൽ കുടുംബം ആരോപണ മുനയിൽ നിർത്തുന്നത് അധികൃതരെയാണ്. ഉദ്യോഗസ്ഥർ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് BJP പ്രതിഷേധവും നടക്കുന്നു. ഇതിലൊരു സമഗ്രമായ അന്വേഷണം നടത്തി ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെങ്കിൽ നടപടിയെടുക്കും എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ ഉദ്യോഗസ്ഥ വീഴ്ച തന്നെയാണ് ഈ ആത്മഹത്യക്ക് പിന്നിലെന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ ഈ വില്ലേജ് ഓഫീസിന് മുൻപിൽ BJP കോൺഗ്രസ് പ്രതിഷേധം തുടരുകയാണ്. നേരത്തെ നമ്മൾ കണ്ടതാണ്, പ്രതിഷേധം ഏകദേശം സംഘർഷാവസ്ഥയിൽ എത്തുന്നത് വരെ കാര്യങ്ങൾ നീണ്ടു. അതായത് ഒരു കർഷകൻ മാത്രമല്ല, ഈ ആത്മഹത്യ ചെയ്ത കൃഷ്ണസ്വാമി മാത്രമല്ല, അട്ടപ്പാടിയിൽ നിരവധി കർഷകർ സമാന രീതിയിൽ ഇതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. വർഷങ്ങളായി ഈ തണ്ടപ്പേര് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥർ അത് വിശദമായി ഇവരുടെ ഭാഗം കേൾക്കാനോ കൃത്യമായ ആധാരം ഉൾപ്പെടെയുള്ള രേഖകൾ ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ പോലും അത് കൃത്യമായി പരിശോധിക്കാനോ അതിൽ ഉടനടി ഒരു നടപടി കാണാനോ ഒന്നും ഈ വില്ലേജ് ഓഫീസർ ശ്രമിക്കുന്നില്ല എന്നൊരു ആരോപണമുണ്ട്. ഒപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന വില്ലേജ് ഓഫീസർ അവർ പലപ്പോഴും സംസാരിക്കാൻ കൂടി ശ്രമിക്കാറില്ലായിരുന്നു. കർഷകരൊക്കെ എത്തുമ്പോൾ മാറി നിൽക്കുക എന്ന് പറഞ്ഞ് മാറ്റി നിർത്താറായിരുന്നു പതിവ് എന്നുകൂടി കർഷകർ ആരോപിക്കുന്നുണ്ട്. ഇതേ തുടർന്ന് കഴിഞ്ഞ ഏകദേശം 6 മാസത്തോളമായി നിരന്തരം ഈ കൃഷ്ണസ്വാമി ആത്മഹത്യ ചെയ്ത കൃഷ്ണസ്വാമി വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങുന്നുണ്ട് ഈ തണ്ടപ്പേര് ലഭിക്കാനായി. പക്ഷേ ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് വില്ലേജ് ഓഫീസിൽ എത്തിയപ്പോൾ ഈ തണ്ടപ്പേര് ലഭിക്കേണ്ട ഭൂമി അത് മറ്റൊരാൾക്ക് തണ്ടപ്പേര് നൽകിയിട്ടുണ്ട്, നിങ്ങളുടെ ഭൂമിയല്ല, നിങ്ങൾക്ക് അങ്ങനെ തണ്ടപ്പേര് ലഭിക്കാനുള്ള വസ്തു നിങ്ങൾക്ക് ഇല്ല എന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് പറഞ്ഞു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇതേ തുടർന്ന് മനം നൊന്താണ് ഈ കൃഷ്ണസ്വാമി ആത്മഹത്യ ചെയ്യുന്നത്. നിലവിൽ ഈ പറയപ്പെടുന്ന ഈ ഭൂമി 3 ഏക്കറോളം സ്ഥലമുണ്ട്. ഇതിൽ 2 ഏക്കർ സ്ഥലം കൃഷ്ണസ്വാമിയുടെ അമ്മ, അതായത് അമ്മയുടെ പേരിലാണ് ഈ ഭൂമി ഉള്ളത്. അമ്മ മറ്റൊരാൾക്ക് വിറ്റിരുന്നു. ഈ വഴിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി മറ്റൊരാൾക്ക് വിറ്റിരുന്നു. എന്നാൽ നിലവിൽ തണ്ടപ്പേര് ലഭിച്ചത് ഈ വിറ്റ 2 ഏക്കർ വാങ്ങിയ മുഹമ്മദ് മഹീൻ എന്ന ആളുടെ പേരിലാണ്. നിലവിലുള്ള ഈ 3 ഏക്കറും എന്നതാണ് വില്ലേജ് ഓഫീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞതെന്നാണ് കുടുംബം പറയുന്നത്. ഇതോടുകൂടിയാണ് കൃഷ്ണസ്വാമി ആത്മഹത്യ ചെയ്യുന്നത്. എന്നാൽ ഇതിന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു മറുപടി, ഈ നിലവിൽ മഹീന്റെ കയ്യിലും ഇത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ഉണ്ട്, ആധാരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷ്ണസ്വാമിയെയും മഹീനെയും ഒന്നിച്ച് വിളിച്ച് അവരുടെ ആധാരങ്ങൾ പരിശോധിച്ച് ഡോക്യുമെന്റ്സ് പരിശോധിച്ച് കൃഷ്ണസ്വാമിയുടെ വിഷയം അത് പഠിച്ച് നടപടി കാണാമെന്നായിരുന്നു വില്ലേജിൽ നിന്നും അറിയിച്ചിരുന്നത്. പക്ഷെ അതിനു മുമ്പ് ഒരു ഹിയറിംഗ് നടക്കുന്നതിന് മുൻപ് തന്നെ കൃഷ്ണസ്വാമി ആത്മഹത്യ ചെയ്തു. ഇതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം നടത്തി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന ഉറപ്പാണ് ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ നൽകിയിരിക്കുന്നത്. അവിടെ BJP കോൺഗ്രസിന്റെ പ്രതിഷേധം കൂടി നടക്കുന്നുണ്ട്. ഐഷത്തുൽ ഷംന ഞങ്ങളുടെ പ്രതിനിധിയാണ് പാലക്കാട്ട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെ
എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.